കേടെറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിന് മുൻ പരീക്ഷകളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം? ബർണക്കിൾ ആൻഡ് വെയിൽ, സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്, സക്കർഫിഷ് ആൻഡ് ഷാർക്ക്, വാൻഡ ആൻഡ് ട്രീ. ഇതിലാദ്യം നമുക്ക് മ്യൂച്വലിസം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഇൻ വിച്ച് ബോത്ത് ആർ ബെനഫിറ്റഡ് ഫ്രം ദി ഒബ്ലിഗേറ്റ് അസോസിയേഷൻ. ഒരു ഇൻട്രാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ജീവികൾക്കും ബെനഫിറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയായ റൈസോബിയവും അതുപോലെ ലെഗുമിനസ് പ്ലാന്റ്സും തമ്മിലുള്ള അസോസിയേഷൻ മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അസോളയും നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയ ആയിട്ടുള്ള അനാബിനയും തമ്മിലുള്ള അസോസിയേഷനും മ്യൂച്വലിസത്തിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ സൈക്കസ് പ്ലാന്റിൻ്റെ കോറലോയിഡ് റൂട്ട്സും ഈ റൂട്ട്സിൽ കാണപ്പെടുന്ന അനാബിനയും തമ്മിലുള്ള അസോസിയേഷനും മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ്. മറ്റൊരു പോസിറ്റീവ് ഇൻട്രാക്ഷനാണ് കമൻസാലിസം. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസംസ് ഇൻ വിച്ച് വൺ ഈസ് ബെനഫിറ്റഡ് ആൻഡ് ദി അതർ ഈസ് നൈദർ ബെനഫിറ്റഡ് നോർ ഹാംഡ്. ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ജീവികളിൽ ഒരു ജീവിക്ക് ഗുണവും മറ്റു ജീവിക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥയായിരിക്കും കാണപ്പെടുന്നത്. എപ്പിഫൈറ്റുകളും ട്രീസും തമ്മിലുള്ള അസോസിയേഷൻ കമൻസാലിസത്തിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് ബാർണക്കിളും വെയിലും തമ്മിലുള്ള അസോസിയേഷൻ കമൻസാലിസത്തിന് എക്സാമ്പിളാണ്. അതുപോലെ സക്കർഫിഷും ഷാർക്കും തമ്മിലുള്ള അസോസിയേഷനും കമൻസാലിസത്തിന് എക്സാമ്പിളാണ്. അതുപോലെ വാൻഡ ആൻഡ് ട്രീ ഇതും കമൻസാലിസത്തിന് എക്സാമ്പിളാണ്. അതേസമയം സീ അനിമോണും ഹെർമിറ്റ് ക്രാബും തമ്മിലുള്ള അസോസിയേഷൻ മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. നെക്സ്റ്റ് വൺ, ടേണേഴ്സ് സിൻഡ്രോം ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം, presence of an additional copy of chromosome number 21, presence of an additional copy of chromosome number 14, absence of one of the X chromosomes. പ്രധാനപ്പെട്ട 3 ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം തുടങ്ങിയവ. 21st ക്രോമസോമിൽ ട്രൈസോമി കണ്ടീഷൻ വരുന്നതാണ് ഡൗൺ സിൻഡ്രോമിന് കാരണമായി മാറുന്നത്. ഈ ട്രൈസോമി കണ്ടീഷൻ വരുന്നതോടുകൂടി ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം 47 മാറും. അതേസമയം ഒരു മെയിൽ ഇൻഡിവിജ്വലിൽ സെക്സ് ക്രോമസോമായ എക്സ്, വൈ എന്നീ 2 ക്രോമസോമുകൾക്ക് പുറമെ അഡീഷണലായി ഒരു എക്സ് ക്രോമസോമും കൂടെ വരുന്ന അവസ്ഥയാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലും ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം 47 മാറുന്നുണ്ട്. അതേസമയം സ്ത്രീകളിൽ നോർമലായി കാണപ്പെടുന്ന 2 സെക്സ് ക്രോമസോമുകളാണ് എക്സ് ക്രോമസോമുകൾ. ഈ 2 എക്സ് ക്രോമസോമുകളിൽ ഒരു എക്സ് ക്രോമസോം ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടേണേഴ്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. അതായത് X0 കണ്ടീഷനാണ് ടേണേഴ്സ് സിൻഡ്രോം. ഈ അവസ്ഥയിൽ ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം 45 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദി എക്സ് ക്രോമസോംസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. യെല്ലോ സ്പോട്ട്, അപ്പർച്ചർ ഓഫ് ദി ഐറിസ്, പ്യൂപ്പിൾ, പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി, ബ്ലൈൻഡ് സ്പോട്ട്, പാർട്ട് ഓഫ് ദി കോറോയിഡ് സീൻ ബിഹൈൻഡ് ദി കോർണിയ, കോർണിയ, ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ. ആദ്യം നമുക്ക് ഐയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് സ്ക്ലീറ.
മിഡിൽ ലെയറാണ് കോറോയിഡ്, ഇന്നർമോസ്റ്റ് ലെയറാണ് റെറ്റിന. ഈ സ്ക്ലീറയുടെ ആൻറ്റീരിയർ പാർട്ടാണ് കോർണിയ എന്നറിയപ്പെടുന്ന ഈ ഭാഗം. അതുപോലെ കോർണിയയ്ക്ക് പിറകിലായി കാണപ്പെടുന്ന കോറോയിഡിൻ്റെ ഈ ഭാഗമാണ് ഐറിസ് എന്നറിയപ്പെടുന്നത്. ഐറിസിൻ്റെ പിറകിലായി കാണപ്പെടുന്ന ഈ ഭാഗമാണ് ലെൻസ്. ഈ ഐറിസുകൾക്കിടയിൽ കാണപ്പെടുന്ന ഈ അപ്പർച്ചറിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ഈ ചേംബറാണ് അക്വസ് ചേംബർ എന്നറിയപ്പെടുന്നത്. ഈ അക്വസ് ചേംബറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. അതുപോലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഈ ചേംബറാണ് വിട്രിയസ് ചേംബർ. ഇതിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. ഈ ഭാഗമാണ് യെല്ലോ സ്പോട്ട് എന്നറിയപ്പെടുന്നത്. മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി അനുഭവപ്പെടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. അതിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്ന ഈ റീജിയനിൽ റോഡ് സെൽസും കോൺ സെൽസും കാണപ്പെടാത്തത് കാരണം ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ ഫോം ചെയ്യുന്ന ഒരു ഇമേജ് നമുക്കൊരിക്കലും കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ സ്പോട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് ഡി ആണ്, കോർണിയ, ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ. നെക്സ്റ്റ് വൺ, ഡാഷ് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ്, കാർട്ടിലേജ്, ലിഗമെൻറ്റ്സ്, ടെൻഡൻസ്, ജോയിൻസ്. ആദ്യം നമുക്ക് ഒരു ടെൻഡണും ലിഗമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ടെൻഡൺ ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ചസ് മസിൽ ടു ബോൺ. മസിൽസിനെ ബോൺസുമായി കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റ് ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ചസ് ബോൺ ടു ബോൺ. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ കാണപ്പെടുന്ന ജോയിൻസിൽ ബോൺസിനെ പരസ്പരം അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസിനെയാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ടെൻഡൻസ്. നെക്സ്റ്റ് വൺ, എ മിനറൽ എലമെൻറ്റ് വിച്ച് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് നൈട്രജനേസ് ഈസ് മോളിബ്ഡിനം, ക്ലോറിൻ, കൊബാൾട്ട്, നൈട്രജൻ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് നൈട്രജനേസ്. ഈ നൈട്രജനേസ് എന്ന് പറയുന്ന എൻസൈം മോളിബ്ഡിനം അയൺ പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ മോളിബ്ഡിനമാണ് നൈട്രജനേസ് എൻസൈമിൻ്റെ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, മോളിബ്ഡിനം. നെക്സ്റ്റ് വൺ, സ്ക്യൂട്ടല്ലം ഈസ് എ പ്രോട്ടീനേഷ്യസ് ലെയർ, sheath that encloses radicle, sheath that encloses plumule, a shield shaped cotyledon. ഒരു മോണോകോട്ട് സീഡിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻഡോസ്പേം, ഈ ഭാഗമാണ് സ്ക്യൂട്ടല്ലം, അതുപോലെ കോളിയോപ്റ്റൈൽ, ഷൂട്ടപ്പെക്സ്, റാഡിക്കൽ, റൂട്ട് ക്യാപ്പ്, കോലിയോറൈസ എന്നിവ. ഒരു മോണോകോട്ട് സീഡിൽ എംബ്രിയോണൽ ആക്സിസിൻ്റെ ലാറ്ററൽ സൈഡിലായി കാണപ്പെടുന്ന ഷീൽഡ് ഷേപ്പിലുള്ള കോട്ടിലിഡനാണ് സ്ക്യൂട്ടല്ലം എന്നറിയപ്പെടുന്നത്. ഈ സ്ക്യൂട്ടല്ലം എൻഡോസ്പേമിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസ് ഈ ഗ്രോയിങ് എംബ്രിയോയ്ക്ക് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്ലൂമ്യൂളിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ഷീത്താണ് കോളിയോപ്റ്റൈൽ എന്നറിയപ്പെടുന്നത്. റാഡിക്കിളിനെയും റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്ത് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ഷീത്താണ് കോലിയോറൈസ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, എ ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡൻ. നെക്സ്റ്റ് വൺ, തിയോഡൈനർ ഡിസ്കവേർഡ് പ്രയോൺസ്, വൈറസ്, പ്ലാസ്മിഡ്, വൈറോയിഡ്സ്. ഒരു പ്ലാന്റ് പാത്തോളജിസ്റ്റായ തിയോഡൈനർ പൊട്ടറ്റോസിൽ കണ്ടെത്തിയ ഒരു ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസമാണ് വൈറോയിഡ് എന്നറിയപ്പെടുന്നത്.
പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത ഇൻഫെക്ഷ്യസ് ഫ്രീ RNA പാർട്ടിക്കിൾസ് ആണ് വൈറോയിഡ്സ്. സ്മോളസ്റ്റ് കോസേറ്റീവ് ഏജൻസ് എന്നറിയപ്പെടുന്നതും വൈറോയിഡ്സ് ആണ്. ആൻസർ ഡി ആണ് വൈറോയിഡ്സ്. നെക്സ്റ്റ് വൺ, കോളംസ് ഓഫ് ബെർട്ട്നി ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിവർ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കിഡ്നി, ഇയർ. നമ്മുടെ കിഡ്നിക്കകത്ത് മെഡുലറി പിരമിഡ്സിന് ഇടയിലേക്കായി എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഈ കോർട്ടെക്സ് റീജിയനെയാണ് കോളംസ് ഓഫ് ബെർട്ട്നി എന്ന് പറയുന്നത്. കോളംസ് ഓഫ് ബെർട്ട്നി ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് കോർട്ടെക്സ് ഇൻ ടു ദി മെഡുല. അതുകൊണ്ട് ആൻസർ സി ആണ്, കിഡ്നി. നെക്സ്റ്റ് വൺ, ദി ഗ്യാപ്സ് ബിറ്റ്വീൻ two adjacent myelin sheaths are called Schwann cells, nodes of Ranvier, cytone, Nissel's granule. ഒരു ന്യൂറോണിലെ ആക്സോണിന് ചുറ്റും കാണപ്പെടുന്ന സെൽസാണ് ഷ്വാൻ സെൽസ് എന്നറിയപ്പെടുന്നത്. ഈ ആക്സോണിന് പുറമെ കാണപ്പെടുന്ന അഡ്ജസൻറ്റ് മൈലിൻ ഷീത്തുകൾക്കിടയിൽ കാണപ്പെടുന്ന ഈ നോഡ്സിനെയാണ് നോഡ്സ് ഓഫ് റാൻവീർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂറോണിലെ സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് വിളിക്കുന്ന ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഗ്രാന്യൂൾസ് ആണ് നിസിൽസ് ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ നിസിൽ ബോഡീസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, നോഡ്സ് ഓഫ് റാൻവീർ. നെക്സ്റ്റ് വൺ, എ ഡ്രൈ ഇൻഡെഹിസൻ ഫ്രൂട്ട് ഈസ് ക്യാപ്സ്യൂൾ, സിലിക്വ, ഫോളിക്കിൾ, കാരിയോപ്സിസ്. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട് എന്താണെന്ന് നോക്കാം. ദേ ഡെവലപ്സ് ഫ്രം സിംഗിൾ ഓവറി വേർ ദി പെരികാർപ്പ് ഈസ് ഡ്രൈ ആൻഡ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. ഡ്രൈ ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് ഡ്രൈ ഡെഹിസൻ ഫ്രൂട്ട്, അതുപോലെ ഡ്രൈ ഇൻഡെഹിസൻ ഫ്രൂട്ട്. ആദ്യം നമുക്ക് ഡ്രൈ ഡെഹിസൻ ഫ്രൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. Pericarp is dry and split open along the sutures to liberate seeds. ഈ ഡ്രൈ ഡെഹിസൻ ഫ്രൂട്ട്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഫോളിക്കിൾ, ലെഗുമിയോപോഡ്, സിലിക്വ, സിലിക്യുള, ക്യാപ്സ്യൂൾ, സെപ്റ്റിസൈഡൽ തുടങ്ങിയവ. നെക്സ്റ്റ്, ഡ്രൈ ഇൻഡെഹിസൻ ഫ്രൂട്ട്. ഡ്രൈ ഫ്രൂട്ട് വിച്ച് ഡസ് നോട്ട് സ്പ്ലിറ്റ് ഓപ്പൺ അറ്റ് മെച്യൂരിറ്റി. ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അക്കീൻ, സിപ്സില, കാരിയോപ്സിസ്, നട്ട്, സമാര, യൂട്രിക്കിൾ തുടങ്ങിയവ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, കാരിയോപ്സിസ്. നെക്സ്റ്റ് വൺ, ദി ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ഈസ് മീസോസോയിക്, സീനോസോയിക്, പാലിയോസോയിക്, പ്രോട്ടിറോസോയിക്. മീസോസോയിക് എറയാണ് ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ എ. കേടെറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.